ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോലറിഞ്ഞിടും, ഉള്ളം കൈയാൽ താങ്ങിടും ഉന്നതനാമുടയവനേ. ഉള്ളതുപോലറിഞ്ഞിടും, ഉള്ളം കൈയാൽ താങ്ങിടും ഉന്നതനാമുടയവനേ. യേശുവേ മാറാത്തമിത്രമേ, യേശുവേ ഉയരത്തെ ഉയരാതെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഓർപ്പിക്കുന്നത് ഒരു ഭക്തനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ സാധുക്കളോടുള്ള തൻ്റെ മനോഭാവം എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുകയാണ്. അവിടെ പറയുന്നത്, നിലവിളിച്ച എളിയവനെയും അനാഥനെയും തുണയറ്റവനെയും ഞാൻ വിടുവിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്, ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു എന്നും ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു, ഞാൻ അറിയാത്തവൻ്റെ വ്യവഹാരം പരിശോധിച്ചു എന്ന് തുടങ്ങി പാവങ്ങളായ സാധുക്കളായ ആളുകൾക്ക് ആഴമായി തുണ നിന്ന ഒരു നല്ല മനോഭാവമുള്ള മനുഷ്യനെക്കുറിച്ച് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 15-ാം വാക്യം പറയുമ്പോൾ, ദുഷ്ടനെ നീതീകരിക്കുന്നതും നീതിമാനെ കുറ്റം വിധിക്കുന്നതും ദൈവത്തിന് വെറുപ്പാണെന്നാണ്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നീതിമാനെ ചേർത്ത് പിടിക്കുവാനും ദുഷ്ടനെ അകറ്റി നിർത്തുവാനുമാണ്. അതേ തലത്തിൽ തന്നെ ദൈവം നമ്മോട് പറയുന്നത്, സാധുക്കളോട് കരുണ കാണിക്കുന്ന, അനാഥർക്കും വിധവകൾക്കും വേണ്ടി സംസാരിക്കുന്ന ആളുകളായി ഞാനും നിങ്ങളും തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, വഴിയാത്രയിൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് വഴിത്താരയിൽ അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാം. ആ വഴി ആദ്യം വന്നതൊരു പുരോഹിതനാണ്. പുരോഹിതന് മനോഭാവം കാണുകയാണ്. ആ മനുഷ്യനോട് കരുണ കാണിപ്പാൻ, ആ മനുഷ്യനെ രക്ഷപ്പെടുത്തുവാൻ താൻ ആഗ്രഹിക്കാത്ത മനോഭാവമാണ്. അപ്പോൾ തന്നെ തൻ്റെ കർത്തവ്യം മറുഭാഗത്തുണ്ട്. രണ്ടാമത് ഒരു ലേവ്യൻ ആ വഴിയിലൂടെ കടന്നു വന്നു. താനും എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തൻ്റെ കർത്തവ്യം മാത്രമാണ് താന് ശ്രദ്ധിപ്പാനായിട്ടിടയായി തീർന്നത്. ആ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്തുവാൻ തനിക്കും ആഗ്രഹമില്ലാതെ പോയി, അതിനുള്ള മനസ്സ് ഇല്ലാതെ പോയി എന്ന് രേഖപ്പെടുത്തുമ്പോൾ, മൂന്നാമത് ആ വഴിയിലൂടെ ഒരു ശമരിയക്കാരനാണ് കടന്നു വന്നത്. ആ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് ആ ശമരിയക്കാരൻ വാഹനമൃഗത്തിൽ നിന്നിറങ്ങി തൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണ അവന് കൊടുക്കുകയാണ്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഞ്ഞ് അവന് കൊടുക്കുകയാണ്. അവനെ തന്നോട് കൂടെ എടുത്ത് സത്രത്തിൽ കൊണ്ടുവന്ന് തൻ്റെ സമയം അവന് വേണ്ടി ചിലവഴിക്കുകയാണ്. പിറ്റേന്നാൾ ആ ശമരിയക്കാരൻ കടന്നു പോകുമ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം അവന് വേണ്ടി നൽകുകയാണ്. ആ ശമരിയക്കാരൻ്റെ മനോഭാവം ഒന്ന് നോക്കുക. തനിക്ക് വേണ്ടി ഉപയോഗിക്കാൻ എടുത്തിരുന്ന എണ്ണയും വീഞ്ഞും സമയവുമൊക്കെ ഈ അർത്ഥപ്രാണനായവന് വേണ്ടി നൽകുവാനുള്ള മനോഭാവം, കയ്യിലുണ്ടായിരുന്ന അവസാന തുട്ടുവരെ ആ മനുഷ്യന് നൽകുവാനുള്ള നല്ല മനോഭാവം, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാധുക്കളോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ഈ ശമരിയക്കാരനെ പോലാകുവാൻ നമുക്ക് ഉത്സാഹിക്കാം.
അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനായി നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനുമായിട്ടല്ല, ഞങ്ങൾ പുരോഹിതനെയും ലേവ്യനെയും പോലെയല്ല, ആ നല്ല ശമരിയക്കാരനെ പോലെ ഞങ്ങൾ സാധുക്കളോട് നല്ല മനസ്സാക്ഷിയുള്ളവരാകുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.